പ്ലസ് ടുക്കാർക്ക് ഓണപരീക്ഷയുണ്ട്, പക്ഷേ ഞങ്ങൾ പ്ലസ് വണ്ണുകാർക്ക് ഓണപരീക്ഷയില്ല എന്നതറിഞ്ഞതിലൂടെ നിങ്ങൾ നിരവധി പേരായിരിക്കും വളരെയധികം സന്തോഷത്തിലുണ്ടായിരിക്കുക. കാരണം 10ാം ക്ലാസ് വരെയുള്ള മുഴുവൻ ക്ലാസ്സുകളിലും ഓണപരീക്ഷയും ക്രിസ്മസ് എക്സാമും അവസാനത്തെ ആനുവൽ എക്സാം എല്ലാം എഴുതി ഓരോ സമയത്തും എക്സാമിൻ്റെ മാർക്കുകൾക്കായി കാത്തിരുന്ന് ആ മാർക്ക് കുറഞ്ഞു പോയാൽ PTA മീറ്റിങ്ങിൽ ടീച്ചേഴ്സ് എല്ലാം തന്നെ പാരൻസിനെ മുൻപിൽ വെച്ച് നിങ്ങളെല്ലാം വഴക്ക് പറഞ്ഞ് ആ രീതിയിൽ നിന്നും വളരെ വ്യത്യസ്തമായിട്ട് ഞങ്ങൾക്ക് ഈ വർഷം ഓണപരീക്ഷ ഇല്ല എന്നതറിഞ്ഞതിൽ സന്തോഷിക്കുന്നവരാണ് നിങ്ങളെല്ലാവരും. പക്ഷേ ആ ഒരു സന്തോഷത്തിനിടയിൽ നിങ്ങൾ അറിയാതെ പോകുന്ന ഒരു കാര്യമുണ്ട്. ഈ വർഷം നിങ്ങൾ അനുഭവിക്കാൻ പോകുന്ന പ്രധാനമായിട്ടുള്ള മാനസിക സംഘർഷങ്ങൾ എന്തൊക്കെയായിരിക്കും എന്നുള്ളത് നിങ്ങൾ ഇപ്പോൾ തന്നെ ഒന്ന് അറിഞ്ഞിരിക്കണം. കാരണം ഈ ഓണപരീക്ഷ നിങ്ങൾക്കില്ല. അതായത് ആദ്യത്തെ 1, 2, 3 ചാപ്റ്റേഴ്സ് വെച്ചുകൊണ്ടായിരിക്കും ഓണപരീക്ഷ നടത്തേണ്ടത്. ആ ഓണപരീക്ഷ ഇല്ലാത്തതിനാൽ നിങ്ങൾ ഇനി അടുത്തതായിട്ട് നേരിടാൻ പോകുന്നത് ക്രിസ്മസ് എക്സാമിനെ തന്നെയാണ്. ഓരോ സബ്ജക്റ്റിലെയും പകുതിയിലധികം ചാപ്റ്റേഴ്സ് ആയിരിക്കും നിങ്ങൾ ഒരുമിച്ച് ആ ഒരു എക്സാമിന് വേണ്ടി തയ്യാറാകേണ്ടി വരിക. ആദ്യത്തെ ചാപ്റ്റേഴ്സിലോട്ടൊക്കെ കടന്നപ്പോൾ തന്നെ പ്ലസ് വണ്ണിലെ ഓരോ സബ്ജക്റ്റും 10ാം ക്ലാസ് പോലെയല്ല, എത്രത്തോളം ഡിഫിക്കൽട്ടാണെന്നെല്ലാം നിങ്ങൾ മനസ്സിലാക്കി വരികയാണ്. അപ്പോഴാണ് 5ഉം 6ഉം ചാപ്റ്റേഴ്സ് എല്ലാം ഒരുമിച്ച് എക്സാം എഴുതാൻ നിങ്ങൾ പോകുന്നത്. അതിനെ നിങ്ങൾ എത്രത്തോളം നിങ്ങളെ തളർത്തുമെന്നുള്ളത് നിങ്ങൾ ഊഹിക്കുക. അതായത് ആദ്യത്തെ ചാപ്റ്റേഴ്സ് പോലും വ്യക്തമല്ലാത്ത നിങ്ങൾ എങ്ങനെയാണ് 5ഉം 6ഉം ചാപ്റ്റേഴ്സ് എല്ലാം ഒരേ സമയം ഇരുന്ന് പഠിച്ചിട്ട് ക്രിസ്മസ് എക്സാം അല്ലെങ്കിൽ മോഡൽ എക്സാമിലേക്ക് നേരിടാനായിട്ട് പോകുന്നത്? ഈ ആദ്യത്തെ ചാപ്റ്റേഴ്സ് എല്ലാം പെൻഡിങ് വെച്ച് അവസാനം ഈ പ്ലസ് 1 എന്താണെന്ന് മനസ്സിലാക്കുന്നതിന് മുൻപായിട്ട് തന്നെ നിങ്ങളുടെ പ്ലസ് 1 പബ്ലിക് എക്സാം വന്നിട്ടുണ്ടായിരിക്കും. അതിന് മുൻപുണ്ടാകുന്ന എല്ലാ എക്സാമുകളിലും നിങ്ങൾക്ക് യൂണിറ്റ് ടെസ്റ്റിലും എല്ലാം മാർക്ക് വളരെ വളരെ കുറവായിരിക്കും. പ്ലസ് 1 നിങ്ങളെ കൊണ്ട് പറ്റുന്ന പണിയല്ല എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും തോന്നലൂടെ നിങ്ങൾ ഈ ഒരു മോഡൽ എക്സാം അല്ലെങ്കിൽ ഒരു പബ്ലിക് എക്സാം പാസ്സായാൽ മതി എന്ന് ചിന്തിക്കുന്ന മാനസിക സംഘർഷങ്ങളിലൂടെ ആയിരിക്കും കടന്നു പോകുന്നുണ്ടായിരിക്കുക. അതിനേക്കാൾ വളരെ ഈസി ആയിട്ടുള്ള വഴി ഈ ഓണപരീക്ഷയ്ക്ക് ആദ്യത്തെ 2, 3 ചാപ്റ്റേഴ്സ് മാത്രമേ ഉള്ളൂ. അത് വ്യക്തമായിട്ടും ക്ലിയറായിട്ടും പഠിച്ച് എക്സാമിനെ നേരിടുക. അതിലൂടെ നിങ്ങൾ ഒരുപാട് ചോദ്യങ്ങളിലൂടെ കടന്നു പോകും. ഈ പബ്ലിക് എക്സാമിനൊക്കെ ചോദിക്കാൻ പോകുന്ന ഒരുപാട് ചോദ്യങ്ങളിലൂടെ നിങ്ങൾ കടന്നു പോകുമ്പോൾ അതിനെല്ലാം ആൻസർ ചെയ്യാൻ പറ്റുന്ന വിധത്തിൽ നിങ്ങൾ തയ്യാറാകുമ്പോൾ നിങ്ങൾക്കൊരു കോൺഫിഡൻസ് വരും. പ്ലസ് 1 എന്താണെന്നും അതിലുള്ള ചോദ്യങ്ങൾ എങ്ങനെയാണെന്നും ഓരോ ടോപ്പിക്സും എങ്ങനെയാണ് പഠിക്കേണ്ടതെന്നും ഓരോ ചാപ്റ്റേഴ്സ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ടോപ്പിക്സ് ഏതൊക്കെയാണെന്നുള്ള വ്യക്തമായ ധാരണ നിങ്ങൾക്ക് കിട്ടുന്നതിലൂടെ തന്നെ വളരെ കോൺഫിഡൻ്റ് ആയിട്ട് നിങ്ങൾക്ക് മോഡൽ എക്സാമിനെയും പബ്ലിക് എക്സാമിനെയും നേരിടാനായിട്ട് സാധിക്കും. ഞാനിപ്പോൾ പറഞ്ഞു വന്നത് നിങ്ങൾ വളരെ നിസ്സാരമായിട്ട് തള്ളിക്കളഞ്ഞ ഈ ഓണപരീക്ഷയുടെ പ്രാധാന്യത്തെക്കുറിച്ചാണ്. നിങ്ങളെല്ലാവരും നിർബന്ധമായും ഓണപരീക്ഷ എഴുതണം. അതും പബ്ലിക് എക്സാമിൻ്റെ സ്റ്റാൻഡേർഡിലുള്ള ക്വസ്റ്റ്യൻ പേപ്പർ അറ്റൻഡ് ചെയ്തുകൊണ്ട് തന്നെ ഈ ഓണപരീക്ഷ എഴുതണം. ഞാൻ ഈ പറഞ്ഞ മുഴുവൻ പ്രശ്നങ്ങൾക്കുമുള്ള ഒരു കിഡിലനായിട്ടുള്ള സൊല്യൂഷൻ, ഒരൊറ്റ സൊല്യൂഷൻ, ആ സൊല്യൂഷനുമായിട്ട് നാളെ വൈകുന്നേരം കൃത്യം 7 മണിക്കുള്ള ലൈവിൽ ഞങ്ങൾ വരുന്നുണ്ട്. ഒരു ബിഗ് സർപ്രൈസുമായിട്ട്, ഒരു ബിഗ് പ്ലാനുമായിട്ടാണ് നിങ്ങളുടെ മുൻപിൽ വരുന്നത്. അതായത് കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ നിങ്ങളുടെ ഏട്ടന്മാരും ചേച്ചിമാരൊക്കെ അനുഭവിച്ച ആ മാനസിക സംഘർഷത്തിലൂടെ നിങ്ങൾ കടന്നു പോകാൻ പാടില്ല എന്ന ഉദ്ദേശത്തോടു കൂടെ നടത്തുന്ന ഒരു പ്രോഗ്രാമാണ്. അതെന്താണെന്നുള്ള അറിയുവാൻ നാളെ രാത്രി 7 മണിക്കുള്ള ലൈവിൽ വരിക. ഒരൊറ്റ ലൈവ് മാത്രം നിങ്ങൾ കണ്ടാൽ മതി. നിങ്ങളുടെ കോൺഫിഡൻസ് ലെവൽ ഇപ്പോൾ എവിടെയാണ് നിൽക്കുന്നത് അതിനേക്കാൾ 10 മടങ്ങ് മുകളിലോട്ട് കയറുക തന്നെ ചെയ്യും. നിങ്ങളെക്കൊണ്ടും ഈ പ്ലസ് 1 മുഴുവൻ മാർക്കും നേടാൻ സാധിക്കുമെന്നുള്ള കോൺഫിഡൻസ് നാളത്തെ ആ ഒരൊറ്റ കുഞ്ഞു ലൈവിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ലൈവിൻ്റെ ലിങ്ക് താഴെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ തന്നെ കയറി ലൈക്ക് ചെയ്യുക. ഒരു കാരണവശാലും നിങ്ങൾ ഈ വർഷം മിസ്സാക്കാൻ പാടാത്ത ലൈവാണ് നാളത്തെ ലൈവ് എന്ന് പറയുന്നത്. നിങ്ങളുടെ എല്ലാ പ്ലസ് 1 സയൻസ് വിദ്യാർത്ഥികളോട്ടും ഇത് മാക്സിമം ഷെയർ ചെയ്യുക, എല്ലാവരിലോട്ടും എത്തിക്കുക. ഇപ്പോൾ തന്നെ കയറി ലൈക്ക് ചെയ്തോളൂ. ഉഷാറായിട്ട് നമുക്ക് നാളത്തെ ലൈവിൽ കാണാം. ഓക്കെ.